ന്യായപ്രമാണത്തിന്റെ വിധേയത്വത്തിൽ കുഞ്ഞാടായി ക്രൂശിൽ മരിക്കപ്പെടണമെങ്കിൽ സ്ത്രീയിൽ നിന്ന് ജാതനായ ഒരു ശരീരം ഉണ്ടായേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടുന്ന് ഒരു ശരീരത്തോടു കൂടി തന്നെ നമ്മുടെ ഇടയിൽ വസിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ബ്രദറെ, യേശു ഇപ്പോഴും ഒരേ സമയം മനുഷ്യൻ, ഒരേ സമയം ദൈവവുമാണ്? അത് ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണെങ്കിൽ 3 ദൈവങ്ങൾ വരുത്തില്ലേ? കാരണം കസരയിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനുഷ്യ മനസ്സ് പിതാവിന്റെ വലതു ഭാഗത്ത് പുത്രനിരിക്കുന്നു. അപ്പൊ തന്നെ അവർ ദൈവമാണ്. 2 ദൈവങ്ങളായില്ലേ? അല്ല, 2 ദൈവങ്ങളല്ല. അവർക്ക് ഒരു ആത്മാവേ ഉള്ളൂ. 2 വ്യക്തിത്വമായിട്ടാണ് നമുക്ക് അവിടെ കാണുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ ഒരു ആത്മാവല്ലേ? അതൊന്നേ ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. 2 വ്യക്തിത്വം. പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന വ്യക്തിത്വം ഏതാണ്? ഏത് വ്യക്തിത്വമാണ്? അതിന്റെ ഉത്തരമാണ് ഈ പറയുന്ന വചനം. 1 തീമോഥെയോസ് 2:5 ഇതോടുകൂടി വചന പ്രഭാഷണം നിർത്താൻ പോവുകയാണ്. 1 തീമോഥെയോസ് 2:5 വായിക്കാം. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന് പോയതിനെ യേശു പൗലോസ് എഴുതിയത്. ഇപ്പോഴും ആ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, മനുഷ്യനായ യേശുക്രിസ്തു. പിതാവിന്റെ വലതുഭാഗത്ത് മനുഷ്യനായ യേശുക്രിസ്തു, ആ വ്യക്തിത്വമാണ് ഇരിക്കുന്നത്. ഇപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ പിതാവും യേശുവും ഒന്നാണ്. ആ ഒന്നാണെന്നുള്ള ആ ഒരു ആത്മാവ്. എന്നാൽ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ മനുഷ്യനായ യേശുക്രിസ്തു, ആ മനുഷ്യത്വം എടുത്തു വന്ന യേശുക്രിസ്തു. എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയായി ഇവിടെ ഭൂമി വെച്ച് മനുഷ്യർക്കെല്ലാം വേണ്ടി കുരിശിൽ കടന്ന്, ദൈവമേ ഇവരുടെ പാവങ്ങൾ ക്ഷമിക്കണേ, ഇവരെ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞത് മനുഷ്യനായ യേശുക്രിസ്തു. ദൈവമായ യേശുക്രിസ്തുവും മനുഷ്യനായ യേശുക്രിസ്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ മനുഷ്യനായ യേശുക്രിസ്തുവാണ് ഇങ്ങനെ പ്രാർത്ഥന നടത്തുന്നത്. പുരോഹിത പ്രാർത്ഥനയാണ്. അതായത് തിരുസന്നിധിയിൽ പുരോഹിതൻ ആണ്ടിലൊരിക്കൽ രക്തവുമായി കടന്നു ചെല്ലുമ്പോൾ, ദൈവമേ ജനമറിയാതെ ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ഞാൻ രക്തം തളിക്കുന്നു, ഈ ജനത്തിന്റെ പാവങ്ങൾ പൊറുക്കണമേ എന്ന് മുഖ്യപുരോഹിതൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന കാൽവരി ക്രൂശിലെ അവസാന സമയത്ത് യേശു പ്രാർത്ഥിക്കുവാണ്, ദൈവമേ ഇവരറിയാതെ ചെയ്യുന്ന പാപങ്ങൾ ഇവരോട് പൊറുക്കണമേ. കാരണം ശരിയായ യാഗം നടക്കുകയാണ്. ആ യാഗത്തിന്റെ ആ പ്രാർത്ഥന ഇപ്പോഴും ക്രിസ്ത്യാനികൾ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ക്രൂശിൽ തുടങ്ങിയ ആ പ്രാർത്ഥന ഇപ്പോഴും പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് യേശുക്രിസ്തു ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. അതുകൊണ്ട് മധ്യസ്ഥനായി മറ്റൊരു മധ്യസ്ഥൻ ഇല്ല എന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണം ഇതാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ യോഗ്യനായവനാര്? യേശുക്രിസ്തു എന്ന് വെളിപാട് 5-ാം പറയുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ദൈവം എന്ന് പറയുമ്പോൾ ഒറ്റ ദൈവം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏക ദൈവം. എന്നാൽ നമുക്കൊരു കർത്താവുണ്ട് മധ്യസ്ഥം വഹിക്കാൻ. അതാണ് മനുഷ്യ അവതാരമെടുത്ത, മനുഷ്യനായി മാറിയ ആ വ്യക്തിത്വം. അതങ്ങനെ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഭൂമിയിൽ തനിക്ക് നൽകപ്പെട്ട യേശു എന്ന നാമം
സ്വർഗത്തിലേക്ക് യേശു കൊണ്ടുപോയി എന്ന് പൗലോസ് പറയാണ്. കൊണ്ടുപോയിട്ട് എല്ലാ നാമങ്ങൾക്കും ഉപരിയായി ആ നാമത്തെ വെച്ചു എന്ന് പറഞ്ഞാൽ താൻ സ്വീകരിച്ച മനുഷ്യത്തെ എല്ലാം കളഞ്ഞിട്ട് പോയില്ല, അത് അങ്ങനെ എടുത്ത് ദൈവികമായി വെച്ചു. അപ്പൊ നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യത്വമുള്ള ക്രിസ്തുവിനെ നമ്മൾ കാണണം. അതേസമയം നമ്മൾ കാണണം നമ്മളെ വിധിപ്പാനും ശിക്ഷിക്കാനും വരുന്ന ക്രിസ്തുവാകുന്ന ദൈവത്തെയും കാണണം. ഇതാണ് വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ സ്വർഗീയ നടത്തിപ്പ് നിങ്ങളുടെ മേൽ കടന്നു വരും. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഉയർത്താം. ഈ നിമിഷം കേട്ട വചനത്തിന്റെ യോഗ്യതയാൽ കർത്താവെ ഞങ്ങളെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന കർത്താവെ, നീ കർത്താവാ, നീ രക്ഷകനാ, നീ ഞങ്ങളുടെ പാലകനാ. വിശ്വാസത്തോടെ ഏറ്റു പറയാമോ? എന്റെ ജീവിക്കുന്ന എൻ്റെ ദൈവമേ, അപ്പന്റെ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുവാൻ, ഉറപ്പോടെ അത് ഏറ്റു പറയാൻ തക്ക വിധം അപ്പൊ അതേമേ ഇന്ന് കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റു പറയാം, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, നീ കർത്താവാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധനായ ദൈവമേ, അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് നിന്നെ ഏറ്റു പറയുവാൻ തക്ക വിധം നീ രക്ഷകനാണെന്നും ഞങ്ങൾക്ക് വേണ്ടി വരുമെന്നും വിശ്വാസം ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി ഉറയ്ക്കുവാൻ തക്ക വിധം നീ നിന്റെ വചനം നൽകി. ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ വേരായി മുളച്ച് അത് വളർന്നു വലുതാക്കുവാൻ തക്ക വിധം നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നീ ഞങ്ങളുടെ സൃഷ്ടാവാണ്, നീ ഞങ്ങളുടെ പാലകനാണ്. ഞങ്ങൾ വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കുന്നു. ചേർന്ന് പറയാം. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു.
യേശുവേ ദൈവമേ, നീ അധിപതിയാണെന്ന് ഞങ്ങൾ അറിയുന്നു തമ്പുരാനെ. ഉറപ്പോടെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയാൻ തക്ക വിധം കർത്താവ് ഇന്ന് കേട്ട വചനം ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കണം കർത്താവെ. പാറയിൽ വീണ വിത്തല്ലപ്പ, ഒരു നല്ല നിലത്ത് വീണ വിത്തായി മാറുവാൻ ദൈവമേ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി മാറുവാൻ തക്ക വിധം, അപ്പൊ അതിന് ആഴത്തിൽ അത് നിറയാൻ തക്ക വിധം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടത് മറക്കുന്നതല്ല, അപ്പൊ അത് പ്രാവർത്തികമാക്കാൻ തക്ക വിധം, അപ്പൊ അതേമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറപ്പോടെന്ന് പറഞ്ഞേ, നീ അധിപതിയാ, നീ ഞങ്ങളുടെ രക്ഷകനാ, നീ ഞങ്ങളുടെ പാലകനാ, നീ ഞങ്ങളുടെ ദൈവമാ. ഉറപ്പോടെ വിശ്വാസത്തോടൊന്ന് പറഞ്ഞേ, അതരങ്ങൾ തുറന്ന് ഹൃദയം കൊണ്ട് നേച്ചു പറഞ്ഞേ. അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നീ അധിപതിയാണെന്നും വിശ്വസിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ആയതിനാൽ ആ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ ആ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ദൈവമാകയാൽ, കർത്താവാകയാൽ ആ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധന. എന്റെ യേശുവിന് ആരാധന, എന്റെ യേശുവിന് മഹത്വം, സകല മഹത്വം യേശുവിന് കൊടുക്കാം. ദൈവമേ കൃപ വ്യാപരിക്കുന്നതിന് ഓർത്തപ്പ നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. ശക്തിയോടെ ആരാധന 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 യേശുവിന്, യേശുവിന് ആരാധന ആരാധന വിശ്വാസത്തോടെ ഹൃദയത്തോടെ ആരാധിക്കാം. യേശുവേ ആരാധന 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 യേശുവിന് ആരാധന 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 ഒരിക്കൽ കൂടി പൂർണ്ണ ഹൃദയത്തോടെ യേശുവിന് ആരാധന 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 യേശുവിന് യേശുവിന് ദൈവത്തിന് ആരാധന യേശുവിന് ആരാധന നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു.
നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.